ബ്ലോഗ്സ് അല്ല എന്തായാലും അതന്നെ തലക്കാരൻ അല്ല ഇനി ഉണ്ടോ മറ്റേ പറയേ. വെൽക്കം ടു അലാക്കിലെ തലക്കാർ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുളിക്കാൻ പോകുന്നു, അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു. മൂടാണ് ഗൈസ്. അവിടേക്ക് നോക്കൂ, ശൈലുണ്ട്, ഞാനുണ്ട്. ശേലേ ഹായ് പറ. നമ്മള് വായ വിട്ടിരിക്കുകയാണ്. പക്ഷേ വായല്ല, വായന്റെ അല്ല. ഹായ് പറയൂ. ഓയ് മുടേഷ്. പകുതിയാക്കണോ? എന്നാ അത് പകുതിയാക്കി. ഇത് മൊത്തം വാട്ടാണെങ്കിൽ ഇന്ന് കയ്യല. കുത്തുണ്ടോ? മഴ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു വലിയ ഇല വാട്ടുന്നു. വായന്റെ ഇല ഇതിന്റെ അകത്തൊന്നും ഇല്ലല്ലോ. വായട്ടേന്ന പരിപാടിയാണ്. വായട്ടേന്ന് പിടിക്കണതാ. മറ്റേ ഭാഗം താഴെ പോലെ മധുരണ്ട്. മധുരണ്ടല്ലേ? ഇപ്പൊ മയ്യണ്ട. ഇപ്പൊ ഇത് ആകെ അടിയില്ല. ഏത് സ്വിമ്മിങ് സൂട്ടോ? നമ്മള് കുളിക്കാൻ പോവാണ് ഗൈസ്. കുളി കഴിഞ്ഞിട്ട് ബീഫും പൊറാട്ടെ. ബീഫിന് ശേഷം വെള്ളം വെച്ച് തരണ്ടേ? ബീഫ് എന്താ ഹാടാ? ഒന്നര ബീഫ് ഇതോ രണ്ടിൻ്റെ 2 ബീഫിന്റെ ഒരാടെ 12 ഓന് 3 നമുക്ക് 2 അമ്മ 2 ഓല് കഴിക്കട്ടെ, മക്കള് കഴിക്കട്ടെ. ചിറ്റേ കയ്യൊക്കെ ഉണ്ടാ? അങ്ങനെ വെക്കല്ല. ഇത് ഏതാ നല്ല അത് നോക്കണ്ട. മൂടാക്കിയോട്ടെ. ഇതുള്ളിലൊക്കെ ഇതുള്ളിൽ വെക്കണം. അത് നല്ലല്ലേ? ഇതിന് പുതിയ അതിൽ വെക്കല്ല. ഗ്രേവി ഒഴിക്കണ്ട. വെക്കുമ്പോൾ പൊറോട്ട വായ്പോ ഗ്രേവി ഒഴിക്കണ്ട. അത് മീൻ ഗ്രേവി ആണോ? ഇങ്ങനെ കെട്ടിക്കും. അതല്ലേ നല്ല. ഞാൻ അങ്ങനെ ചെയ്തേ. അവിടെ പോയിട്ട് അങ്ങനെ സെറ്റപ്പ് ഇല തെക്കിട്ട് അവിടെ വെച്ചിട്ട് അതിന് തിന്ന്. ഇത് പൊറാട്ട നിർത്താൻ സ്ഥലം ഉണ്ടാവില്ല ഇതില്. അതാണ് നമ്മളെ ഹൈലൈറ്റ്. എന്ത് ഹൈലൈറ്റ്? ആകെ ഗൾഫിലൊക്കെ ഇങ്ങോട്ട് ഇരുന്നില്ലട്ടോ ഈ ഏരിയയിലേക്ക്. അവിടെ മാത്രം നമുക്ക് ഇങ്ങനെ പൊതിയാനാവില്ല കേട്ടോ. ഇത് കട്ട് ചെയ്യും. 12 തന്നെ എനിക്കറിയാം. ഇത് പോരാ. കുറച്ച് എല്ലോടില്ല ആകെ ഇച്ചിരി ഇനി ഇടണ്ട. അടുത്ത് നിന്നോട്ടെ. ഇവനെ നമ്പാൻ പറ്റില്ല. ഇവനെ കൈക്ക് ആവതില്ലാത്ത കൈ കൊച്ചി പോണ്ടോ? എന്റെ കാര്യം കോച്ചി പോകുന്നൊന്നും എനിക്കില്ല. അപ്പൊ ഓക്കെ ഒന്ന് നിർത്തിക്കാം. സൂം ചെയ്തെടുക്ക്. ബ്ലോഗ് എടുക്കണോ ഗൈസ്?
എന്റെ കുറെ ഫ്രണ്ട്സ് കാണും. അങ്ങോട്ട് പോയാൽ പിന്നെ ഇതിലുണ്ടാകില്ലേ? അത് സൗണ്ടാ അഭിനയം ഇന്നത്തെ പരിപാടി ബീഫും പൊറോട്ടയും ചോദിച്ചു കറി കറി പറഞ്ഞു അത് പറയില്ല അത് മീനാ അത് ചോവാ അത് മീൻ പറഞ്ഞോട്ടെ എന്തായാലും ഇപ്പൊ കറി ഇതേ ഉള്ളൂ. മീനിൽ പറഞ്ഞ പിരിയൂലേ ഇല്ലല്ല പോടാ. എനിക്കറിയാം നിങ്ങളെന്താ ചെയ്യാ. ബീഫ് ഇത് വരട്ടിയ കാര്യം വാങ്ങി വരുമോ? രണ്ടെണ്ണം വേണ്ടെന്നാല് ഇത് രണ്ടെണ്ണം ഉണ്ടോ പോകും ഇച്ചനെ കൊടുക്ക. ഇതോ ഉണ്ടാക്കണം. അത് കെട്ടിക്കും അവിടെ പോയിട്ട് അങ്ങനെ ആയോണ്ടെങ്കിൽ പറഞ്ഞില്ല അതാ അങ്ങനെ ആവും. അതാ മുറിച്ചിട്ടൊക്കെ ചെയ്യേണ്ടതാണ്. ഇത് കെട്ടാനകത്ത് അത് ഇതിലിങ്ങോട്ട് ഇടാൻ മുട്ടെങ്കിൽ ചെടി അങ്ങോട്ട് കിട്ടല്ലേ? പാനെ എന്തൊരു കയറെടുക്ക് പാനെ എന്തൊരു കയറെടുക്ക് പാനെ എന്തെങ്കിലും സാധനം എടുക്കുന്നൊന്നും ഇങ്ങനെ കെട്ടണം. അല്ലേ കവർ ഇട്ടാൽ മതി. ഇങ്ങനെ കെട്ടിയാൽ മതി. കവർ ഇട്ടിട്ട് കെട്ടിയാലും മതി. കവർ ഈ കവർ ഇല്ലേനു ഇതിന്റെ വലിയ പറഞ്ഞല്ലോ. ഒരു കവർ എടുത്തു ആ ചുറ്റി ഇട്ടാ നീ അത് വേണ്ട ഇട്ടാണ്ടായി. വണ്ടിമേൽ ബീഫ് അയ്യോ വണ്ടി മേലെ ബീഫാവണം. അതെ തന്നെ അവനോടുക്കാം ഒരു പൊടി ഇതല്ല നമ്മക്കുണ്ടല്ലോ അത് വേണമെന്നില്ല. തമ്പിന് ഈ സാധനം ഉണ്ടാവില്ല അത് റെഡി ചെയ്യും. അതിൽ കേറിയാലാണ് ടൈറ്റായി നിക്കണം. ഹോട്ടലിലല്ലോ ഇട്ടൂടാണേ നീമ കയറി ഇരുന്ന ഒരാള് മതി മതി ഓക്കെ കത്തി 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 എടുത്ത് വെച്ചോ. കാവാലി നല്ല പോവാണ് ബീഫും ആയി പോവാണ് നമ്മളിതാ പോവാണ് നമ്മൾ പോവാണ് കാലട കുളിക്കാൻ പോവാണ്. ബീഫും ഇറച്ചിയും ഉണ്ടല്ലോ. അല്ല ബീഫ് ഇറച്ചിയല്ല ബീഫും പൊറാട്ടയും ഉണ്ടല്ലോ. അടിക്കാൻ വന്നോളി കുറുമ്പല്ലേ ബ്യൂട്ടി. ലീപ്പല്ല കണ്ണ ലീപ്പാ. ഓ ഇത് കയറി നമ്മളെ കയറില്ലേ? കാടും മുള്ളും നിറഞ്ഞ കൈകളാ. മഴ പെയ്താലേ ഫുഡ് കഴിക്കൽ എടുക്കൂല കേട്ടോ. മഴ പെയ്താ ഫുഡ് കഴിക്കൽ എടുക്കൂല. ആളുണ്ട്. ആളെന്താ ഉണ്ടായി? ഇന്ന് ഞായറാഴ്ച അല്ലേ ഗൈസ്? എടാ ഞാൻ പേടിച്ചിട്ടാവല്ലേ? കാക്കയൊന്നല്ല. നമ്മളെ നാട്ടിലെ ഏറ്റവും മനോഹരമായ ഈയാണ് ഒരു തേങ്ങ പേരാണ്. കോയിക്കവൽ ഷാഹുൽ നമ്മോടൊപ്പം. മുന്നോട്ടുള്ള വഴികൾ അത്ര എളുപ്പമല്ല എന്നറിഞ്ഞിട്ടും ഷേൽ ഷാജ കോയിക്കവൽ ഷാഹുൽ ആൻഡ് കരിമ്പിൽ സഫ്വാൻ ഷാജന്റെ ശ്രമം വളരെ സൂക്ഷിച്ച്
കാലുകൾ കൃത്യമായി വെച്ചുകൊണ്ട് ചേലിന്റെ മുന്നേറ്റം രണ്ട് യുവാക്കൾ ചാടാൻ നിൽക്കണം. ചാടട എന്തൊരു കഥ. ബൈക്കിലുണ്ട് ബൈക്കിൽ പാറ ടച്ച് ചെയ്യുന്ന തണുപ്പുണ്ടോ നല്ല തണുപ്പാണ് കേട്ടോ. തണുപ്പില്ലാല്ല ശൈലം നല്ലി തണുപ്പ് ലേശം പൊടിക്കല്ലോ. തണുപ്പ് കുറവാ. ഇന്ന് മഴ പെയ്തില്ല. വെള്ളമുണ്ട്, നല്ല വെള്ളമുണ്ട്. രണ്ട് സൈഡിൽ കൂടി കാലടിക്കുമ്പോ ലൈറ്റ് തണുപ്പ് വരുന്നുണ്ട്. നമ്മളിപ്പോ ഉള്ളത് ഒരക്കുയിലാണ്. അത് പറഞ്ഞപ്പോ ഒരേ കട്ടൊന്നും ചെയ്യാനല്ല, അതൊന്നും പ്രശ്നമല്ല. നല്ല വ്യൂ ഉണ്ട്. എങ്ങനത്തെ വെള്ളം ചാടുന്ന അടുത്തേക്ക് നല്ല അടുത്തേക്ക് ചേരുണ്ട്. കാലൊക്കെ വേണേ ചേച്ചേക്ക് ഔട്ടില്ലെങ്കിൽ എന്റെ കണ്ണിന് കിട്ടും. വെളുത്ത് കെടുക്കുക. ഓ അയ്യോ, നീ തള്ളിയില്ലേ? ഞാൻ തന്നെ ഒരു കല്യമ്മനാണ്. അതാ ദൂരെ ദൂരെ രണ്ട് ആൾക്കാർ. ഞായറാഴ്ച കൊണ്ട് നല്ല ആൾക്കാർ. നാച്ചുറൽ വൈബ്. കഴിഞ്ഞോ? ബൈക്കലുണ്ടേ ശ്രദ്ധിക്ക്, അടിച്ചു വെക്കും. എന്നും നിശബ്ദത. കൂട്ടത്തിലൊരു കൊമ്പൻ, രണ്ട് കൊമ്പൻ. ഒരുപാട് പ്രയത്നങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരു സ്ഥലം കണ്ടെത്തി കാശ്. എല്ലാ സ്ഥലത്തും തിരക്കാം. ലാസ്റ്റ് ഞങ്ങൾ പമ്പി ഡേഞ്ചർ പാത്താണല്ലോ. ഒന്നോ പാമ്പേ സീനാ വയ്യാണല്ലോ. പാമ്പേ അടക്ക് എടോ. പുതിയ സ്പോട്ടാണ്. ഓരോ വ്ളോഗിൽ നമ്മൾ പുതിയ പുതിയ സ്പോട്ടുകൾ ഇങ്ങനെ ഇറക്കും. മമ്മി നാ പോണം പിടി നാ. വേണ്ട കാല് ഓടെ സ്ഥലം. വെള്ളത്തിലിറങ്ങാത്തോണ്ട് പ്രകൃതിയുടെ വികൃതി. തുറക്കടാ. ഓ തുറക്കടാ. പുറത്തുള്ള മീനിലെ കൊയ്ക്കണോ അല്ലെങ്കിൽ ഇല്ലേ കൊയ്ക്കണ്ടേ? പൊറാട്ട കൊണ്ടാ കൊയ്ച്ചാൽ ഇത് പോവോ? ടേസ്റ്റ് ഉണ്ടോ അവിടെ? നോക്ക് ആംബിയൻസ് ഒരു ആംബിയൻസ് എന്താണ്ട് ഫുഡ് ടേസ്റ്റ് റേറ്റിംഗ് 10 എത്ര കൊടുക്കും? 10-9. 9.5. ഇവരാരും കണ്ടുപിടിക്കാനോ? 9.25. അതെന്താ? ഞാൻ 10 ഒരു 8. എനിക്ക് എടുത്തൊരു സുഖമല്ല അതാ. ഞാൻ 10. 4.
കുടിക്കാള്. വെള്ളം കുടിക്കണ്ടേ? ഞാൻ കുടിക്കണ്ട. നല്ല സ്ഥലമാട്ടോ. ഞങ്ങള് വേസ്റ്റ് അങ്ങനെ ഇടയിട്ട് പോയൊന്നുമില്ല. ഇത് കാണികൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും, വേസ്റ്റ് എന്താക്കുന്നു. എന്താണ് ഇറങ്ങാം. നല്ല നിറങ്ങി വന്ന അതെ ഫോണ് പിടിക്കുന്ന അല്ല വേണ്ട, കൈ പിടിച്ചായി. ഇനിയും ഞാനൊന്നും പോരല്ലേ. കൊറേ കഷ്ടപ്പെട്ടില്ലേ ലാല. സ്ഥലം കണ്ടപ്പോ ഫുള്ള ആൾക്കാരാ എല്ലാ സ്ഥലത്തും. തിരിച്ചു മടങ്ങുകയാണ് ഞങ്ങൾ. പറയില്ല. ആ ലാലനെ കയറിനടുത്ത് ഇപ്പൊ ഒന്ന് കല്ലിടിയും. അല്ല ഫോണോ പിടി. ഫോണോ പിടിന്താ ചില കുപ്പായൊക്കെ വന്നിട്ടാ പോലെ. ഞങ്ങള് പോട്ടെ. ബിലാസേ കുട്ടേട്ടാ ഞാനങ്ങോട്ടല്ല, നീ ഇങ്ങോട്ട്. അൺഎക്സ്പെക്ടഡ്ലി വിചാരിക്കാത്ത സ്ഥലത്തുനിന്ന് ഫുഡ് കഴിച്ചിരിക്കുകയാണ് ഗൈസ്. എന്താ അറിയാളെ, കൂടുതലൊന്നും സാറ്റിസ്ഫൈഡ് ആണോ? ഹയറായിട്ട് ജീവൻ കിട്ടി. ചൗണ്ടാ സേ സംതിങ്. ഓക്കെ, ഇതിനൊന്ന് കഴിച്ച് കിട്ടിയോണ്ട് കുഴപ്പമില്ല. ചില എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? 10 ൽ 10. ഓ 10. കഴിഞ്ഞു ഗൈസ്, ഇത്രേ ഉള്ളൂ. കുഞ്ഞു ബ്ലോഗാ. വണ്ടി എടുത്തിട്ട് കുഞ്ഞു ബ്ലോഗ് പരിപാടി കഴിഞ്ഞിട്ടു. ആളെ ഇറങ്ങിയില്ലേനു. വയ്യറിയാത്ത സ്ഥലത്ത് പെട്ടെന്ന് പോയായിരുന്നു. അതെ, തുടക്കം സൂപ്പറായി, ഒടുക്കും സൂപ്പറായിരുന്നു. പക്ഷെ കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. കുറച്ച് അഡ്വഞ്ചർ കുടിക്ക്. ശ്യാമൂട്ടൊക്കെ തളർന്നിട്ടോ. ഓക്കെ ശരി ഗൈസ്, പോയി വരാം. തിരിച്ചെത്തിട്ടോ. ഇവിടുന്ന് പ്ലാന്റ് പറങ്കിവിടെ ആടാ പറ്റിയത് 3 തീമൂടി. കൊല്ലിപ്പാബ് നെയ്മാർ ഇഞ്ചറിയോ എന്താ പറ്റിക്കല്ലേ. ഇത് ഒട്ടാൻ നിൽക്കണ്ട, തുറാൻ മുട്ടറിന് ബ്രസീലുകാരൊട്ടിച്ച് ഒക്കെ പറയൂ. എല്ലാ ചിത്ര ബ്രസീലുകാരൊക്കെ അറിയട്ടെ എല്ലാവരും.